നമസ്കാരം, ഏവർക്കും കുട്ടിക്കലവറയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് പരസ്പരം എന്ന സീരിയലിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായ മീനാക്ഷി എന്ന സ്നേഹയെക്കുറിച്ചാണ്. സ്നേഹം എന്തായിരിക്കുന്നത് നമ്മുടെ റോണിത്തിനും റിച്ചാർഡിനും വേണ്ടിയിട്ടാണ്. ഇവർ 3 പേരുടെ കൂടിയപ്പോഴോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ. കത്തിയടി എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇനി ഒന്ന് കണ്ടു നോക്കും. തപ്പല്ലേ എനിക്ക് ഹോബിയൊന്നുമില്ല. നിങ്ങൾക്ക് ഹോബിയുണ്ടോ? എനിക്കൊരു ഹോബി, ഭയങ്കര ഇഷ്ടം. ഒരു പേനയും എന്തെങ്കിലും എടുത്ത് വരുമ്പോ നല്ല സൂപ്പർ പടം. എവിടെ നിന്റെ പിക്ചർ എവിടെ? സൂപ്പർ ചേച്ചിയുടെ പടം. ചേച്ചിമാരെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തിടണം. വേണ്ടേ? വേണ്ടേ? ഏത്തിട്ട് തുടങ്ങിക്കോ. വേണോ? വേണോ? ഇത് വെള്ളം കൊടുക്കാല്ലേ? കൊടുക്കാൻ പോവല്ലേ? നീ അതിൻ്റെ ഉള്ളിൽ പൂടി കിടക്ക്. കുടക്കട ഉള്ളിലേക്ക് ചേച്ചി കാണരുത്. ഞാനേ ഒളിച്ചിരിക്കും. നീ എവിടെ ഇരുന്നോ? ഇതിലെവിടെ പോണ വഴി? റോണി എവിടെ പോയി? എന്തിനു പറ്റുമോ? വാടാ നീ. അയ്യോ അയ്യോ, ഏത് ഭൂതാണ് അവിടെ ഉള്ളത്? ഞാനുള്ളപ്പോ ഏത് ഭൂത അവിടെ ഉള്ളത്? ഇവിടെ ഒന്നും ഇല്ലേ? ശരിക്കും ഭൂത എവിടെ പോയി? ഞാനവിടെ നോക്കി നിന്നെ കണ്ടില്ലല്ലോ. പരസ്പരം എന്ന സീരിയലിൽ വളരെ ധൈര്യശാലിയാണ് നമ്മുടെ സ്നേഹയെങ്കിലും നേരിട്ട് വരുമ്പോൾ ആള് വെറും പാവമാണ്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ പിള്ളേർ സെറ്റിനെയും കൊണ്ട് സ്നേഹ ലുലു പ്ലേ സ്റ്റേഷനിൽ പോയി. അവിടെ പോയി കഴിഞ്ഞോ നല്ല പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. എന്താ കളിക്കാൻ പാടില്ല. റിച്ചാർഡിന് വിളിച്ചാൽ മതി കേട്ടോ. എന്റെ പെറ്റല്ലേ? ലുലുവിലെത്തിയതോടെ റോണിയും റിച്ചാർഡും വിശ്വരൂപം പുറത്തെടുത്തു. ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സ് ബോൾ തട്ടുന്ന പോലെ ഒരു കാര്യവുമില്ലാതെ സ്നേഹയെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ റോണിയും റിച്ചാർഡും. അല്ല, നിങ്ങൾ ഇവിടുന്ന് എനിക്കെന്തോ വാങ്ങിച്ചു തരാൻ പോകുന്നത്? ചോക്ലേറ്റ് എന്തായിരുന്നു? എന്ത് വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞേ? ഒയ്യാടാ, ചോക്ലേറ്റ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് വാങ്ങിക്കാൻ ചെറിയ ഒന്നുമില്ല. എന്നിട്ട് ഞങ്ങള് ഞാൻ ഓടിക്കാം. പ്ലേ സ്റ്റേഷന്റെ മുന്നിലെത്തിയപ്പോഴാണ് അവർ ഒന്നടങ്ങിയത്. അപ്പോ അവരുടെ കുട്ടിക്കലവറയുടെ ആരാധകരായിട്ടുള്ള കുറെ കുഞ്ഞു കൂട്ടുകാരുണ്ടായിരുന്നു.
എല്ലാവരോടും വലിയൊരു ഹായ് പറഞ്ഞിട്ട് റോണിയും റിച്ചാർഡും സ്നേഹയെ വലിച്ചുകൊണ്ട് ഓരോ റൈഡിലും കയറാൻ തുടങ്ങി. സീരിയലുകളിലെ കുശുമ്പത്തി പാറുവായ സ്നേഹയുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. അതില് ചേച്ചിട്ടിപ്പ് തലറങ്ങി നമുക്ക് വേഗം വിട്ടോ. നമ്മളിതാ വീഴാൻ പോകുന്നു. അയ്യോ പിള്ളേര് കയറി പോകുന്ന പോലെ നമുക്ക് ഇനി അതി കയറാം. ഞാനില്ലെങ്കിൽ പേടിയാ. നല്ല രസം, പേടിക്കണ്ട. ചേച്ചി നമുക്ക് കയറാം. ഇത് കയറിയിട്ട് ഞാൻ അടുത്ത പരിപാടിയിലുള്ളൂ. വാ വരില്ലേ? ദൈവമേ, വരുന്നേ. ചേട്ടാ ഇതെങ്ങനെയാ? അയ്യോ ഇത് ഓണായെന്നാ തോന്നുന്നു. ഞാൻ ഇപ്പൊ ചാവുവേ. ഇതാണോ ചേട്ടാ എളുപ്പത്തിൽ തീരുന്നേ? എന്റെ ദൈവമേ, എന്റെ കൈയൊക്കെ മതിലിച്ചാട്ടം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തണുപ്പുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ നന്നായി വിയർക്കുന്നുണ്ട്. അത്രയും ടെൻഷനാ. ലൈഫ് ആദ്യമായിട്ടാ തോന്നുന്നത് ഇത്രയും വലിയൊരു പണി കിട്ടുന്നത്.
എന്തായാലും ഞങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ ബ്രെഡ് ഉമ്മാന്ന് വെച്ചാൽ ബ്രെഡൊക്കെ ഉമ്മാനകത്ത് വാരിയിടണം. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് വെച്ചാൽ എണ്ണ, സവാള, മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ജീരകം, തക്കാളി, മല്ലിയില, മുളക്, കടുക്, പിന്നെ ബ്രെഡ്. അത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് ഇനി തന്നേക്കുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും ഷെയർ ചെയ്തിട്ടെല്ലാം ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷെയറിങ് പറ്റില്ല. ഇന്ന് ഞാൻ ഏതാണ്ട് ബ്രെഡ് മുറിക്കല്, പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഏതാണ്ട് പറഞ്ഞ 3/4 ഭാഗം ഓഫ് ദ ബ്രെഡ് ഉപ്പുമാവ് എൻ്റെ കയ്യിലാണ്. അയ്യോ, എന്നെയും കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്, ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഉപ്പുമാവാണ്. ഞാനാണ് ഇന്ന് എല്ലാം ഉണ്ടാക്കുന്നത്. ആ ചേട്ടനാ എല്ലാം അരിഞ്ഞ് നന്നാക്കുന്നത്. വരത്തു പാത്രം കരിയുന്നുണ്ട്. ഇടാം. ഈ ജീരകം ഇടാം. ഇതെന്തോടാ മീൻകറി വെക്കുന്നതിൻ്റെ അങ്ങനെ മണം എവിടുന്നാ വരുന്നു? കയ്യിലേക്കിടരുത്. കറിവേപ്പില ഞാൻ ഇട്ടോളാം കേട്ടോ. ഒരെണ്ണം കൂടെ കിട്ടി. മത്തനൂടെ ഉള്ളിക്കറി ഉണ്ടാക്കി. എന്തോ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രെഡില്ല. ബ്രെഡ് ഞാനിട് കേട്ടോ. കൈ കയറ്റിട്ട് വേല നിന്റെ കൈ കൊള്ളു. എന്റെ കൈ പൊള്ളത്തൊന്നുമില്ല. ഞാൻ ഒരു പണി ചെയ്യുമല്ലോ അത് ചെയ്ത എന്ത് ചെയ്യാനോ എന്തൊക്കെയോ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനോ? നീ കട്ട് ചെയ്തോണ്ടിരിക്കുവല്ലേ, അത് ചെയ്ത് കഴിയുക. ബ്രെഡ് കട്ടി ഞാൻ ഇതിന് വേണ്ടി മസാല റെഡിയാക്കാം.
തരാതിരുന്നിട്ട് എനിക്കൊന്ന് താരം തിരിഞ്ഞ ശരി. കടുക് കുറച്ചൊന്ന് അത് വെച്ചോ. അടുത്തോട്ട് പീസസ് ഒക്കെ നീ എല്ലാം ഇവിടെ വെക്ക്. ഈ ബ്രെഡ് നീ എന്തിനാണ് എനിക്ക് ഈ വയ്യാവേല അറിയാത്ത വയ്യാവേല? ഞാൻ എന്നാ ചെയ്യാനാണ്? പെട്ടെന്നിട് ഇട്ടോ, പേടിക്കണ്ട. എന്ത് വേണ്ട, എട്ടോ ഒത്തിട്ടോ. ഞാൻ ശരിയോ? ശരി, ഞാൻ ഇളക്കും. ഇങ്ങനെ ഇളക്കണം. ആ ആ ഇത് കണ്ടോ, ഇതിന്റെ അകത്താ പള്ളിയുടെ കഴിക്കുന്നുണ്ടോ? എനിക്കൊരു നല്ല വേദന എടുത്തില്ലോ. തൊട്ടോണ്ടിരുന്നാലോ ഭയങ്കര വേദന എടുക്കുന്നത്. അങ്ങനെ പറ്റും തൊട്ടോണ്ടിരിക്ക. ആ ഇടാ ആയില്ലേ? ഫുഡ് ചെയ്യണം. കഴിഞ്ഞില്ല എന്ന് പറയേണ്ട വരും. അമ്മയുടെ ഉള്ളിയൊക്കെ കഴിഞ്ഞു. ഉള്ളി വെച്ച കരിയായിപ്പോയി. നീ പ്ലേറ്റ് ഇട്ടാക്കുക. മാറ്റിക്ക, ഇത് മാറ്റിക്ക. ഈ സാധനം ഇത് മാറ്റിക്ക. നീ ഇങ്ങോട്ട് ഇടലാ, ചൂട് നാറ കൈ. ഓക്കേ, എന്താടാ അവനക്ക് തരാന്ന് പറഞ്ഞു. ഓക്കെ താ, ഇത്ര മതി. ഇങ്ങനെയാണ് ബ്രെഡ് ഉപ്പുമാവ്. എന്താ? എനിക്ക് ഉപ്പുമാവില്ലേ പഞ്ചസാര ഇട്ടാൽ മാത്രമേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് ടേസ്റ്റ് ചെയ്യേണ്ട ഇത് കാണത്തില്ല. ഭയങ്കര ഇഷ്ടമായി ഉപ്പുമാവെന്ന് പറഞ്ഞാൽ. ഞങ്ങൾ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കാറില്ല, പക്ഷെ ഈ ഉപ്പുമാവ് എവിടെയും കണ്ടിട്ടില്ലാത്ത പുതിയ ഉപ്പുമാവ്, ബ്രെഡ് ഉപ്പുമാവ്. ഞങ്ങൾ വീട്ടിൽ വെറും ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുന്ന. ഇത് കണ്ടോ, ഈ പോത്തിനോടൊന്നും പറയും ഇത് മൊത്തനും വാരി തിന്നാതെയാണ്.
കടുക് ഒന്ന് പൊട്ടി വന്നപ്പോ ജീരകം ഇട്ട് അത് സവോള ഇട്ടു. ചേട്ടാ നല്ല മണം വരുന്നുണ്ടല്ലേ? നല്ല മണം വരും. ചെയ്ത് തരാട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഉപ്മാവ് പറഞ്ഞ പൊട്ടയിരിക്കുന്നത്. പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് കളറൊക്കെ സൂപ്പർ യെല്ലോ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ഫുഡ്. എനിക്ക് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പ്ലീസ്. ഓക്കെ 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 ഓക്കെ. ഞങ്ങളുടെ ബ്രെഡ് ഉപ്മാ റെഡി. നമ്മുടെ ഡെക്കറേഷൻ പക്ഷെ ഇത് ചിലപ്പോ കഴിച്ചൂന്നൊക്കെ വരും. കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളുടെ ബ്രെഡ് ഉപ്പുമാവ് റെഡി. നിങ്ങൾക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടാവും. അത് കാരണം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയപ്പോ ടേസ്റ്റ് ഉണ്ടാകും എന്ന് തോന്നുന്നു. ഉണ്ടാവും 100% ഉറപ്പാണ്. ഞങ്ങളുടെ ബ്രെഡ് ഉപ്പുമാവ് റെഡിയായി. അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങളുടെ ഇന്നത്തെ ഡിഷ് ബ്രെഡ് ഉപ്പുമാവായിരുന്നു. അത് നല്ലപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനമായപ്പോൾ ബ്രെഡൊക്കെ ബാക്കിയാകുമ്പോൾ നമ്മൾ ബ്രെഡ് വെച്ച് ഇങ്ങനെ നല്ലൊരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഭംഗിയായിട്ടുണ്ടെന്നാണ് തോന്നണത്. കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? തിന്നാന്ന് പറഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് ഇത് കൂടിപ്പോയി, എരിവ് കൂടിപ്പോയി. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. എന്നാലും നല്ല ഭംഗിയുണ്ട് ഡെക്കറേറ്റ് ചെയ്തത് അല്ലേ?